الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ-ഉസൂൽ സലാസ എന്ന അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അവസാനമായി വിശദീകരിക്കുന്ന അൽ അസ്ലു സാലിസ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നതിന്റെ വിശദീകരണത്തിലാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ദർസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് സ്ഥിരപ്പെട്ടത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 വചനങ്ങളിലൂടെയാണ്, അതിന്റെ അവതരണത്തിലൂടെയാണ്. അവിടുന്ന് റസൂലായി നിയുക്തനായത്, അവിടുന്ന് ഈ ഉമ്മത്തിന് റിസാലത്ത് അതിന്റെ ശബ്ദം കേൾപ്പിക്കാൻ തുടങ്ങിയത് തൗഹീദിലേക്ക് ക്ഷണിക്കാനും ശിർക്കിൽ നിന്ന് വിലക്കാനും അവിടത്തേക്ക് കൽപ്പന ലഭിച്ചത് സൂറത്തുൽ മുദ്ദസ്സിറിലൂടെയാണ്. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിക്കുന്നതിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതിൽ ചില കാര്യങ്ങൾ അധികമായി, ചില തിരുത്തായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ ആയത്തുകൾ, ആദ്യമായി നബിക്കിറങ്ങിയ ഖുർആൻ എന്നുള്ള ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങുന്നതുവരെയുള്ള കാലയളവ് അതെത്രയാണ് എന്ന് കൃത്യമായി പറയുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ സംസാരത്തിൽ 1 മാസം എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്, അല്ലേ? കഴിഞ്ഞ ആഴ്ച ആരുണ്ടായിരുന്നു? 1 മാസം എന്നത് അതിലൊരു അഭിപ്രായമാണ്. പക്ഷെ 1 മാസം എന്ന് കൃത്യമായി പറയാൻ തെളിവുകളില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. ചില ഉലമാക്കൾ 3 വർഷം, ആദ്യ നബിക്ക് ഇഖ്റ ബിസ്മി ഇറങ്ങിയതിനു ശേഷം പിന്നീട് മുദ്ദസ്സിർ ഇറങ്ങാൻ, രണ്ടാമത്തെ വഹീന്റെ വചനങ്ങൾ ഇറങ്ങാൻ 3 വർഷത്തോളം എടുത്തു എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ചിലർ അതിനേക്കാൾ താഴെ 2 വർഷം, ചിലർ 40 ദിവസം, 15 ദിവസം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ആ ദിവസം അല്ലെങ്കിൽ ആ കാലയളവ് കൃത്യമായി തെളിയിക്കുന്ന രേഖ വന്നിട്ടില്ല എന്നതാണ്. അതിലല്ല കാര്യം, വഹി ഇറങ്ങിയതിലെ പാഠങ്ങളിലാണ് കാര്യം എന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, സൂറത്തുൽ അലഖ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ സൂറത്തുൽ അലഖിലെ വാചകങ്ങളാണ്. അതിന്റെ പശ്ചാത്തലം സ്വഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ച ഹദീസിൽ നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ആ ഹദീസ് ഇങ്ങനെയാണ്: ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കത്തിൽ സ്വപ്നം കാണിക്കുന്നതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ പ്രാരംഭം കുറിക്കുന്നത്. അവിടുന്ന് രാത്രി സ്വപ്നം കാണുന്നു, നേരം വെളുക്കുമ്പോൾ പ്രഭാതം പുലരുന്നത് പോലെ, പ്രഭാതത്തിലെ വെളിച്ചം പോലെ ആ സ്വപ്നം സത്യമായി പുലരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വഹി സ്വീകരിക്കാൻ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് ഹദീസുകളിൽ ഇതിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ജബലുൻ നൂറിൽ മക്കയിൽ നിന്ന് മിനായിലേക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ, ഏകദേശം മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഇടതുഭാഗത്തായി കാണുന്ന ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒറ്റയ്ക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, ദുആ ചെയ്യാൻ വേണ്ടി, ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി അവിടുന്ന് പോകുകയാണ്. കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണവും പാതയങ്ങളും എടുത്ത് ഖദീജ ബിയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ നൂർ കയറി ഹിറാ ഗുഹയിൽ പോയിരിക്കും.
കൊണ്ടുപോയ ഭക്ഷണവും പാതയും തീർന്നാൽ പിന്നീട് തിരിച്ചു വരും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം രാത്രികളോളം കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അതെങ്ങനെയാണ് ജിബ്രീലിന്റെ രൂപം ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിലാണ് നബി കണ്ടത്, അതല്ല ഒരു അശരീരി മാത്രമാണോ? നമ്മൾ ഹദീസിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ശബ്ദം കേട്ടു എന്നുള്ള രൂപത്തിലാണ് വിശദീകരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ വ്യക്തമായി നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ മദ്രസയിൽ കേട്ടുപഠിച്ച ചരിത്രം, അതിൽ പറയപ്പെട്ട പരാമർശം അങ്ങനെ തന്നെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എങ്ങനെയാണ്? വഹീന്റെ ആരംഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹിറാ ഗുഹയിൽ പെട്ടെന്ന് ജിബ്രീൽ വരികയാണ്. ജിബ്രീലിന്റെ രൂപം ഏതാണ്? സാക്ഷാൽ രൂപത്തിലാണ്, നമുക്കറിയില്ല. എന്തായാലും ജിബ്രീൽ ഫജാഅഹുൽ മലകു ഫീ, അതാണ് ഹദീസിലുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ കേൾപ്പിക്കുന്ന പദം ഇതാണ്, ഫജാഅഹുൽ മലകു ഫീ. ജിബ്രീൽ മലക്ക് ഹിറാ ഗുഹയിലെത്തി വന്നു. ഫഖാല ഇഖ്റ, എന്നിട്ട് നബിയോട് പറഞ്ഞു ഓതണം, വായിക്കണം. فقال له النبي صلى الله عليه وسلم فقلت ما انا بقارئ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഓതാൻ അറിയുന്ന ആളല്ല, എനിക്ക് വായന അറിയില്ല. നബി നിരക്ഷരനായിരുന്നു. فاخذني فغطني حتى بلغ مني الجهد ثم ارسلني. അങ്ങനെ ജിബ്രീൽ എന്ത് ചെയ്തു? നബി വന്ന് നബിയുടെ ശരീരത്തെ ജിബ്രീലിലേക്ക് കൂട്ടിപ്പിടിച്ചു, അണച്ചുപിടിച്ചു, ശക്തിയായി ഒന്ന് ചേർത്തു പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ശക്തി ക്ഷയിക്കുമാർ എന്നെ കൂട്ടിപ്പിടിച്ച് അണച്ച് ജിബ്രീൽ വെറുതെ വിട്ടു. പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രയാസമുണ്ടായി. കാരണം മലക്കാണ് വന്ന് കൂട്ടിപ്പിടിച്ചു വിടുന്നത്, ജിബ്രീലാണ്. മലക്കുകളിൽ ഏറ്റവും ശക്തനാണ് ജിബ്രീൽ. പക്ഷെ ജിബ്രീൽ നബിയെ പ്രയാസപ്പെടുത്തിയാണോ? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചതാണ്? ഒരിക്കലുമല്ല. നബിക്കത് പ്രയാസമുണ്ടായി, കാരണം നബി മനുഷ്യനാണ്. മലക്കാകട്ടെ മനുഷ്യരെക്കാൾ, മലക്കുകൾ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം പൂർണ്ണതകളും ശക്തിയും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സവിശേഷതകൾ സമ്മേളിച്ചതാണ്. അപ്പൊ ജിബ്രീലിന്റെ പിടുത്തം നബിക്ക് പ്രയാസമുണ്ടാക്കിയെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ വഹി ആദ്യമായി ഇറങ്ങാൻ പോവാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അൽ വഹ്യുൽ ഇലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹിയിന്റെ വചനങ്ങൾ ജിബ്രീലിന്റെ മധ്യസ്ഥതയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു പകർന്നു കൊടുക്കുകയാണ്. അതിന് പാകപ്പെടുത്താൻ വേണ്ടി ജിബ്രീലിന്റെ ആ വഹീന്റെ കൈമാറ്റം നബിയുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ മലക്കായ ജിബ്രീലും മനുഷ്യനായ നബിയും തമ്മിലുള്ള ആ ബന്ധം ഒന്നിണങ്ങാൻ വേണ്ടിയാണ് ആ കൂട്ടിപ്പിടിച്ച് അണച്ചുവിട്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായതുകൊണ്ട് നബിക്കത് പ്രയാസമുണ്ടാക്കി. രണ്ടാമതും ജിബ്രീൽ ഓതാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തവണയും ജിബ്രീൽ നബി ഒന്ന് ചേർത്ത് കൂട്ടിപ്പിടിച്ചു വിട്ടു, അയച്ചു വിട്ടു. മൂന്നാമതും ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ആവർത്തിച്ചു. എന്നിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിക്കുന്നത്. ഇതാണ് നബിയുടെ വഹീന്റെ പ്രാരംഭം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ സംഭവം, മലക്കുമായി ജിബ്രീലുമായിട്ടുണ്ടായ നേർക്കുനേരെയുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയമുണ്ടായി. അവിടുന്ന് നേരെ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതച്ചു തരൂ, എന്നെ പുതപ്പിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജ ബിയോട് ആവശ്യപ്പെട്ടു. ഫഖാല യാ ഖദീജ മാലി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടക്ക് ഖദീജ ബിയോട് പറയാണ്, അല്ലയോ ഖദീജ, എനിക്ക് എന്താണ് സംഭവിച്ചത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഖദീജ ബിയോട് ഉണ്ടായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അത് ഖശീതു അലാ നഫ്സി, ഞാൻ എനിക്കുമേൽ പലതും ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേടി അറിയിച്ചു. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, നബിയെ ആശ്വസിപ്പിക്കുകയാണ്. പക്വതയും ഭർത്താവിനെ ആശ്വാസവും പകർന്നുകൊണ്ട് മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി നബിയെ ആശ്വസിപ്പിക്കുന്ന വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. ഏതൊരു സ്ത്രീക്കും, മുസ്ലിമീങ്ങളായ ഏതൊരു സ്ത്രീക്കും പാഠമാക്കാൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് തങ്ങളുടെ വീട്ടിലുള്ള പുരുഷന്മാർ എന്തെങ്കിലും പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും അവരെ പിടിച്ചുകുലുക്കുന്ന ദുരിതങ്ങളിൽ അകപ്പെട്ടാൽ ആശ്വസിപ്പിക്കാൻ, മാതൃക നൽകാൻ കഴിയുന്ന വാചകങ്ങളാണിത്. ഖദീജ ബീവി പറയാണ് നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, കല്ല, ഒരിക്കലുമില്ല, താങ്കൾ ഭയപ്പെടണ്ട, അബ്ശിർ, താങ്കൾ സന്തോഷിക്കുക, താങ്കൾക്ക് ശുഭവാർത്തയുണ്ട്. ഫവല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദ, അല്ലാഹു സത്യം, അല്ലാഹു ഒരിക്കലും താങ്കളെ നിന്ദിക്കുകയില്ല, താങ്കളെ കൈവിടുകയില്ല. ഇന്നക ലതസിലുർ റഹിം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കൽ വതഖ്രിദ് ദൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, താങ്കൾ ഒരിക്കൽ പോലും കളവ് പറയാത്ത സത്യസന്ധനാണ്, താങ്കൾ പാവപ്പെട്ടവരുടെ, അനാഥകളുടെ, അഗതികളുടെ, അശരണരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്, അവരെ ചേർത്തുപിടിക്കുന്നവനാണ്, അതിഥികളെ ആദരിക്കുന്നവനാണ്, ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ ന്യായമായും പണിപ്പെടുന്നവനും അവരെ സഹായിക്കുന്നവനുമാണ് താങ്കൾ എന്ന് പറഞ്ഞ് അള്ളാഹു താങ്കളെ കൈയൊഴിയുകയില്ല എന്ന് പറഞ്ഞ് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്ത് ഖദീജ ബീവി? ഖദീജ ബീവിയുടെ പിതൃവ്യപുത്രനായിരുന്ന വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം ഇഞ്ചീൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിച്ച ഇഞ്ചീൽ അത് പഠിക്കുകയും അതിലെ പാഠങ്ങൾ കൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു പുരോഹിതനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് അറബി എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു. ഇഞ്ചീൽ അദ്ദേഹം അറബിയിലേക്ക് തന്റെ കൈപ്പട കൊണ്ട് പകർത്തിയിട്ടുണ്ട് എന്ന് ഈ ഹദീസിൽ നമുക്ക് വായിക്കാം. ഫയക്തുബു ബിൽ അറബിയ്യത്തി മിനൽ ഇൻജീൽ മാ ഷാ അല്ലാഹു അൻ യക്തുബ്. അങ്ങനെയുള്ള ഒരു പുരോഹിതനായിരുന്നു ആര്? വറഖത്ത് ബിൻ നൗഫൽ. തൗഹീദുള്ള വ്യക്തിയായിരുന്നു. ജാഹിലിയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കിതാബുകളിൽപ്പെട്ട ഇൻജീലിലെ തൗഹീദ് ഉൾക്കൊണ്ട് ഇൻജീലിലുള്ള ഇസ്ലാമിനെ മനസ്സിലാക്കി ജീവിച്ചിരുന്ന, അള്ളാഹിനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ് ആശ്വസിപ്പിക്കാൻ. നബിക്കുണ്ടായ അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വയോവൃദ്ധനായിരുന്നു, കാഴ്ച പോയിട്ടുണ്ട്, കണ്ണു കാണാതായിട്ടുണ്ട്, വാർദ്ധക്യ ദശയിലാണ്, മരണത്തോടടുത്ത സമയമാണ്. എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി കിടക്കല്ല, ഏകദേശം അദ്ദേഹത്തിന്റെ അവധി അവസാനിക്കാറായ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ ഖദീജ ബീവി നബിയും കൂട്ടി പോകുന്നത്. അങ്ങനെ നബിയുടെ വാർത്തകൾ കേട്ടപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഹാദൻ നാമുസുല്ലദി ഉൻസില അലാ മൂസ, ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹയുമായി ഇറങ്ങിയ, കിതാബുമായി ഇറങ്ങിയ നാമൂസാണ്. നാമൂസ് എന്ന് പറഞ്ഞാൽ ജിബ്രീലിനെ വിളിക്കുന്ന, മലക്കിനെ മുൻകാല കിതാബുകളിൽ വിളിക്കുന്ന ഒരു പേരാണ്. നാമൂസ് എന്ന് പറഞ്ഞാൽ ജിബ്രീലിനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ്. യാ ലൈതനി ഫീഹാ ജസഅ, ഞാൻ ഇപ്പോൾ വാർദ്ധക്യത്തിൽ അവശതയിലാണ്, ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ, ഞാനൊരു ശക്തനായ ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുകയാണ് താങ്കൾക്ക് പിന്തുണ നൽകാൻ. അകൂനു ഹയ്യൻ ഹീന യുഖ്രിജുക ഖൗമുക്, താങ്കളുടെ സമൂഹം ഈ നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അവ മുഖ്രിജയ്യഹും, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ? അൽ അമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ അറിയപ്പെട്ടവരാണ്. എന്റെ നാട്ടുകാർ എന്നെ ഇവിടുന്ന് പുറത്താക്കുകയോ? നബി അത്ഭുതത്തോട് ചോദിക്കാണ്. വറഖത്ത് ബിൻ നൗഫൽ മറുപടി പറഞ്ഞു, നഅം ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദി. അതെ, ഏതെല്ലാം മനുഷ്യർ അല്ലാഹു ഇങ്ങനെ വഹി നൽകി നബിയായി തെരഞ്ഞെടുത്ത് ഈ ഭൂലോകത്തേക്ക് അയച്ചിട്ടുണ്ടോ അവരെല്ലാം ഇപ്രകാരം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വഇയുദ്രിക്നി യൗമുക അൻസുർക നസ്റൻ മുഅസ്സറ, ആ ദിവസം ഞാൻ ബാക്കിയാകുമെങ്കിൽ താങ്കൾ ഞാൻ ശക്തമായി സഹായിക്കും. സുമ്മ ലം യൻശബ് വറഖതു അൻ തൂഫി, പിന്നീട് അധികം വൈകാതെ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന, ഇസ്ലാമിന്റെ തനതായ ആദർശം തൗഹീദ് ഉൾക്കൊണ്ടിരുന്ന മുസ്ലിമീങ്ങളിൽ, ജാഹിലിയത്തിലെ മുസ്ലിമീങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണുന്ന ഒരു വ്യക്തിയായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ റഹിമഹുല്ലാ. സഹോദരങ്ങളെ,
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ ആദ്യ പശ്ചാത്തലം. ഇതാണ് അതിന്റെ വിശദമായ വിശദീകരണം. അതിനുശേഷം ഈ ഹദീസിൽ കാണാം വഫത്തറൽ വഹ്യു ഫത്രതൻ ഹത്താ ഹസിന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുറച്ചു കാലം വഹീനൊരു ഇടവേളയുണ്ടായത്. എത്രയെന്ന് ഹദീസിൽ പറയുന്നില്ല. ഇതിനെ വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. അതെത്ര കാലമാണ് എന്ന് ക്ലിപ്തപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ അതെത്ര മാസമാണ് എത്ര വർഷമാണ് എന്നും നമുക്കറിയില്ല. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത് ഏതാണ്? സൂറത്തുൽ മുദ്ദസ്സിറാണ്. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ വചനങ്ങളാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ എന്ന ആയത്തുകളാണ്. ഈ ആയത്തുകൾ ഇറങ്ങുന്ന പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വഹി ഇറങ്ങി. അവിടുത്തെ മനസ്സ് അതിന് പാകപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേടി മാറി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വഹി ലഭിക്കുന്നില്ല. നബി ദുഃഖിതനായിനാണ്. നബി വഹി പ്രതീക്ഷിച്ച് അത് പിന്നീട് ഇറങ്ങാതായപ്പോൾ നബി മലയുടെ ഉയരത്തിലേക്ക് പോയി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹീനെ പ്രതീക്ഷിക്കും. പക്ഷേ ഈ പറഞ്ഞ അള്ളാഹു ഉദ്ദേശിച്ച എത്ര ഇടവേളയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ഹിറാ ഗുഹയിൽ ഏകാന്തനായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഒരിക്കൽ അങ്ങനെ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ശബ്ദം കേട്ടെടുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ഒന്നും കാണുന്നില്ല. നബി വലത്തോട്ട് നോക്കി, ഇടത്തോട്ട് നോക്കി, മുമ്പിലേക്ക് നോക്കി, പിൻപിലേക്ക് നോക്കി, ഒന്നും കാണുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി. അപ്പോഴതാ ജിബ്രീൽ, അദ്ദേഹം ആകാശത്തെ ചക്രവാളങ്ങൾക്കിടയിൽ ഒരു കുർസിയിൽ, ജിബ്രീലിന്റെ ഒരു സിംഹാസനം സമാനമായ ഒരു കുർസിയിൽ ജിബ്രീൽ ഇരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പൊ നബി വീണ്ടും പേടിച്ചു. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുക പറഞ്ഞു, നബി ആദ്യം ജിബ്രീലിനെ കണ്ടതാണല്ലോ, ജിബ്രീൽ വന്ന് കൂട്ടിപ്പിടിച്ച് വിട്ടതാണല്ലോ. പിന്നെ രണ്ടാമത് ജിബ്രീലിനെ കണ്ടപ്പോൾ നബി പേടിക്കാൻ കാര്യം എന്താ? അപ്പോൾ ഈ മുദ്ദസിർ ഇറങ്ങുന്നതിന് മുമ്പ് ജിബ്രീലിനെ ഈ വഹീന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നബി കണ്ടത് ജിബ്രീലിന്റെ സാക്ഷാൽ രൂപത്തിലാണ്. ജിബ്രീലിനെ രണ്ട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാൽ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. 600 ചിറകുകൾ കിഴക്കും പടിഞ്ഞാറും ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ജിബ്രീലിന്റെ മഹാ സൃഷ്ടിപ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കാണുന്നത് മുദ്ദസിർ ഇറങ്ങുന്നതിന് മുമ്പാണ്. അതുകൊണ്ടാണ് നബി പേടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അങ്ങനെ കണ്ടു. നബി പേടിച്ചു വീണ്ടും ഖദീജ ബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ദസ്സിറൂനി ദസ്സിറൂനി ഫസുബ്ബു അലയ്യ മാഅൻ ബാരിദ, എന്നെ പുതച്ചു മൂടൂ, എന്റെ മേൽ തണുത്ത വെള്ളം കോരിയൊഴിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയോട് ആവശ്യപ്പെട്ട് രണ്ടാമതും ഓടിച്ചെന്നു. അങ്ങനെയാണ് എന്തിറങ്ങുന്നത്? സൂറത്തുൽ മുദ്ദസിലെ ആയത്തിറങ്ങുന്നത് യാ അയ്യുഹൽ മുദ്ദസിർ, ഓ പുതച്ചു മൂടിയവനെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക താങ്കൾ, ഫഅൻദിർ, ശിർക്കിൽ നിന്ന് ഉമ്മത്തിന് താക്കീത് നൽകുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക, വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ റബ്ബിന്റെ മഹത്വത്തെ വാഴ്ത്തുക, തൗഹീദ് പ്രഖ്യാപിക്കുക, വസിയാബക ഫതഹ്ഹിർ, താങ്കളുടെ വസ്ത്രവും ശരീരവും താങ്കളുടെ ഉള്ളകവും ശിർക്കിൽ നിന്നും പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക, വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ. ഈ ആയത്ത് മുതലാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വസിയാബക ഫതഹ്ഹിർ എന്നതുവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു കഴിഞ്ഞു. വറുജ്സ ഫഹ്ജുർ സൂറത്തുൽ മുദ്ദസിറിൽ 5-ാമത്തെ ആയത്ത്. റുജ്സ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബുള്ളവർ നോക്കുക, അർ-റുജ്സു അൽ അസ്നാം. റുജ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അൽ അസ്നാം. എന്താണ് അസ്നാം എന്ന് പറഞ്ഞാൽ? വിഗ്രഹങ്ങൾ. സനമുൻ ജമഅ അസ്നാം, വിഗ്രഹങ്ങളാണ് റുജ്സ് എന്നതുകൊണ്ട് ഇവിടെ അദ്ദേഹം അർത്ഥം കൊടുത്തത്. വഹജ്റുഹ, അതിനെ വെടിയുക എന്ന് പറഞ്ഞാൽ, ഹജ്ർ എന്ന് പറഞ്ഞാൽ വെടിയുക. തർക്കുഹ വൽ ബറാഅത്തു മിൻഹ വ അഹ്ലുഹ, വിഗ്രഹങ്ങളെ വെടിയുക, അതിന്റെ ആളുകളിൽ നിന്ന് വിടുതൽ കൈക്കൊള്ളുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കിനെയും ശിർക്കിന്റെ വക്താക്കളെയും താങ്കൾ ഉപേക്ഷിക്കുക. ബഹുദൈവാരാധകരിൽ നിന്നും ആരാധനയിൽ നിന്നും ആളുകൾ അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്നവയിൽ നിന്നും താങ്കൾ വിട്ടുനിൽക്കുക. അൽ ബറാഅത്തു മിനശ് ശിർക്കി വ അഹ്ലി,
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സൂറത്തുൽ മുദ്ദസ്സിറിൽ 5-ാമത്തെ ആയത്തിലൂടെ കൽപ്പിച്ചത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ റുജ്സ് എന്ന് പറഞ്ഞാൽ അതിന് വിഗ്രഹങ്ങൾ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, അദ്ദുനൂബു വൽ മആസി, തിന്മകൾ, പാപങ്ങൾ എന്നും റുജ്സിന് അർത്ഥമുണ്ട്. അപ്പൊ തിന്മകൾ വെടിയുക, താങ്കൾ പാപങ്ങൾ വെടിയുക. മറ്റൊരു വിശദീകരണം കാണാം, തഫ്സീറുകളിൽ കാണാം, റുജ്സ് എന്ന് പറഞ്ഞാൽ അദാബുല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷ എന്നർത്ഥമുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം താങ്കൾ വെടിയുക, അതെല്ലാം താങ്കൾ ഒഴിവാക്കുക. വറുജ്സ ഫഹ്ജുർ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം അള്ളാഹു ഉദ്ദേശിച്ചൊരു ഇടവേള അള്ളാഹു നിശ്ചയിച്ചു. പിന്നീട് നബിയുടെ റിസാലത്ത് സ്ഥിരപ്പെടുന്ന മുദ്ദസ്സിറിലെ ആദ്യ വചനങ്ങൾ, അതിന്റെ പശ്ചാത്തലവും അതിന്റെ വിശദീകരണവും ഇങ്ങനെയാണ്. വറുജ്സ ഫഹ്ജുർ വരെ സൂറത്തുൽ മുദ്ദസ്സിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ബാക്കി എന്താണ് കിതാബിലെ ഭാഗം? അഖദ അലാ ഹാദാ 10 സിനീൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം അവിടുന്ന് യദ്ഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മക്കയിൽ കഴിച്ചുകൂട്ടി. അഖദ അലാ ഹാദാ 10 സിനീന യദ്ഉ ഇല തൗഹീദ്. പിന്നീട് അവിടുന്ന് സൂറത്തുൽ മുദ്ദസ്സിർ അവതരിച്ചതിന് ശേഷം 10 വർഷം നബി തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മക്കയിൽ അവിടുന്ന് കഴിഞ്ഞുകൂടി. വബഅദൽ 10, അങ്ങനെ മക്കയിലെ നുബുവത്തിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഊരിജ ബിഹി ഇല സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് മിഅ്റാജ് യാത്ര നടത്തുകയുണ്ടായി. ഇവിടെയും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയത് ഏത് വർഷത്തിലാണ്, നുബുവത്ത് കിട്ടിയതിനു ശേഷം ഏത് വർഷത്തിലാണെന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 10ഓളം അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷത്തിന് ശേഷമാണ് മക്കയിൽ നിന്ന് എന്ത് ചെയ്തത്, നബിയായതിനു ശേഷം 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചു. എന്നിട്ടാണ് നബി മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പൊ നബി മക്കയിൽ നബിയായതിന് 10 വർഷത്തിന് ശേഷം ഹിജ്റ പോകുന്നതിനിടയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹിജ്റയോടടുത്തോ അല്ലെങ്കിൽ ഈ 10ന് ശേഷം ഹിജ്റ സംഭവിക്കുന്നതിനിടയിലായി എപ്പോഴോ ആണ് നബിക്ക് ഇസ്രാ മിഅ്റാജ് യാത്രയുണ്ടായിട്ടുള്ളത്. അതേ നമുക്ക് പറയാൻ പറ്റൂ. ചരിത്രത്തിൽ ഏത് വർഷത്തിലാണ് നബി ഹിജ്റ പോയത് എന്ന് കൃത്യമായി രേഖയില്ല, തെളിവില്ല. ഏത് ദിവസത്തിലാണെന്നുള്ളത് പിന്നുണ്ടോ? എന്നിട്ടാണ് റജബ് 27 ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ആചാരങ്ങളും നോമ്പും ഇബാദത്തൊക്കെ നമ്മളെ സമൂഹം കൊണ്ടാടുന്നത്. സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ഡേറ്റിനൊരു പ്രസക്തി ഉണ്ടെങ്കിൽ, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് സ്ഥിരപ്പെടുമായിരുന്നു. അള്ളാഹു അത് മറച്ചുവെച്ചതിന്റെ രഹസ്യം അതിന്റെ ആവശ്യം നമുക്കില്ല എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 10 വർഷക്കാലം, ഇവിടെ നമ്മുടെ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം മനസ്സിലാക്കിയ അഭിപ്രായം എന്താണ്, നബിയായതിന് 10 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം 11ാമത്തെ വർഷം, അതായത് ഹിജ്റ പോകുന്നതിന് 3 വർഷം മുമ്പ് നബിക്ക് എന്തുന്നുണ്ടു, ഇസ്രാ മിഅ്റാജ് യാത്രയുണ്ടായി എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞുവല്ലോ, ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് വർഷത്തിലാണ് എന്ന് നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ വയ്യ. അങ്ങനെ വബഅദൽ 10, നബിയായതിന് 10 വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന് ആകാശത്തേക്ക് മിഅ്റാജ് യാത്ര, ആകാശാരോഹണം നടത്തുകയുണ്ടായി. വഫൂരിദത് അലൈഹി സ്വലവാത്തുൽ ഖംസ്, അങ്ങനെ അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഈ ഉമ്മത്തിന് 5 നേരത്തെ നിസ്കാരം, നിർബന്ധ നിസ്കാരങ്ങൾ ഫർളാക്കപ്പെട്ടത്. വസല്ല ഫീ മക്കത 3 സിനീൻ, അങ്ങനെ മക്കയിൽ അവിടുന്ന് നിസ്കരിച്ചത് 3 വർഷക്കാലമാണ്. ആരുടെ അഭിപ്രായ പ്രകാരം? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം. അതായത് ഹിജ്റ 10ാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. ഹിജ്റ 10ാം വർഷമല്ല, നുബുവത്തിന്റെ 10ാം വർഷം. നുബുവത്തിന്റെ 10ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിസ്കാരം നിർബന്ധമാക്കിയത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അഭിപ്രായമാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഈ രംഗത്തെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് പോയത് എപ്പോഴാണ് എന്ന് കൃത്യമായി അതിന്റെ തീയതിയും വർഷവും സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും ഇസ്രാ മിഅ്റാജ് യാത്ര എന്നത് നബിയുടെ മുഅ്ജിസത്തുകളിൽ അത്ഭുതങ്ങളാണ്. യാതൊരു സംശയമില്ല, അങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത്
നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതാണ്. അത് സ്വഹീഹായ ഹദീസുകളിൽ എമ്പാടും വിശദീകരിക്കപ്പെട്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് യാത്ര എന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും അവരുടെ കേടുവന്ന ബുദ്ധി കൊണ്ടളന്ന്, നശിച്ചുപോയ യുക്തി കൊണ്ടളന്ന് ഇസ്റാ മിഅ്റാജും അത് നബി സ്വപ്നത്തിൽ കണ്ടതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. നബിയുടെ സ്വപ്നത്തിൽ, നബി ഭാവന ലോകത്ത് അങ്ങനെ ഒരു യാത്ര പോയതാണ്. വേറെ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടതൊന്നല്ല, നബിയുടെ റൂഹ് യാത്ര പോയി. പക്ഷെ നബിയുടെ ജസദ്, നബിയുടെ ശരീരം എവിടെ തന്നെ ഉണ്ടായിരുന്നു? മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇത് രണ്ടും ശരിയല്ല. നബി അത് സ്വപ്നം കണ്ടതാണോ? ഒരിക്കലുമല്ല. നബിയുടെ ശരീരം ബാക്കിയായി നബിയുടെ റൂഹ് മാത്രം സഞ്ചരിച്ചതാണോ? നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ പലയിടത്തും പോകുന്നുണ്ടല്ലോ നമ്മളെ റൂഹ്. യഥാർത്ഥത്തിൽ ഉറക്കത്തിൽ നമ്മുടെ റൂഹ് അള്ളാഹു എടുക്കുന്നുണ്ട്, നമ്മളിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ഉറക്കത്തെ അൽമൗത്തുൽ ഖഫീഫ് എന്നാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വിളിക്കുക, ലഘുവായ ഉറക്കം. അള്ളാഹു ഉറക്കത്തിൽ നമ്മിൽ നിന്ന് പിടിച്ചെടുത്ത റൂഹ് തിരിച്ചു തരാൻ നമുക്ക് കൂടുതൽ ആയുസ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് തിരിച്ചിട്ട് തരും. ഇല്ലെങ്കിലോ അത് പിടിക്കും. ഉറക്കത്തിൽ മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അള്ളാഹു ആ റൂഹ് തിരിച്ചു കൊടുക്കാത്തവർ മരിക്കും. അതുകൊണ്ട് ഉറക്കത്തിൽ നമ്മുടെ റൂഹ് അള്ളാഹു പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ റൂഹ് മാത്രം സഞ്ചരിച്ചൊരു യാത്രയായിരുന്നു അതുമല്ല. ഇത് രണ്ടും പിഴച്ച വിശ്വാസമാണ്. ഇത് അഹ്ലുസുന്നയുടെ അഖീദയല്ല. മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ അവർ തെളിവുകൾ സഹിതം ഉറച്ചു വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജസദി വർ റൂഹ്, അവിടുന്ന് അവിടുത്തെ ശരീരം കൊണ്ടും, അവിടുത്തെ ഭൗതിക ശരീരം കൊണ്ടും അവിടുത്തെ ആത്മാവ് കൊണ്ടുമാണ് അവിടുന്ന് യാത്ര പോയിട്ടുള്ളത്. ഈ യുക്തി കൊണ്ട് അളന്നിട്ടാണ് സാക്ഷാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത് മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു വർഷം വൺ സൈഡ്, ഒരു വർഷം വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. തിരിച്ചു പോയി വരാനോ 2 വർഷത്തെ മസീറത്തു ഷഹ്റൈൻ, 2 വർഷത്തെ വഴി ദൂരമുണ്ട്. അതും പോരാഞ്ഞിട്ട് അയ്യോ ഷഹ്റൈൻ 2 വർഷം എന്നാ ഞാൻ പറഞ്ഞേ? ഷഹ്റൈൻ എന്ന് പറഞ്ഞ 2 മാസമാണ്. ഞാൻ വർഷം എന്നാ പറഞ്ഞ? അഫൻ 2 മാസം. മസീറത്തു ഷഹ്റൈൻ 2 മാസം. പോകാനും വരാൻ 2 മാസത്തെ ദൈർഘ്യമെടുക്കുന്ന യാത്രയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിന്ന് മാത്രമല്ല, അവിടുന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് അവിടുന്ന് കയറിപ്പോയി. നബി കയറിപ്പോയ വാഹനത്തിന്റെ പേരെന്താ? ബുറാഖ്. ബുറാഖ് എന്നാണ് ആ വാഹനത്തിന്റെ പേര്. നബി ഇസ്രാ നടത്തിയ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലേക്ക് പോയ ബുറാഖ് എന്ന വാഹനം. അത് കഴുതയല്ല, കുതിരയല്ല. അതിന്റെ ഇടയിൽ നല്ല വെളുത്ത നിറമുള്ള ഒരു മൃഗം. ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലോ മുസ്ലിമിലോ നമുക്ക് വായിക്കാം. അതിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അത് കണ്ണ് നാട്ടുന്ന, അതായത് കണ്ണെത്തുന്ന ദൂരത്തേക്കാണ് അതിന്റെ പാദത്തിന്റെ ചലനം. നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കണ്ണെത്ര ദൂരത്തേക്കെത്തും? വിജനമായ അത്രയും വേഗത്തിൽ അതിന്റെ കാല് സഞ്ചരിക്കും. ശരവേഗത്തിൽ അത് പായുന്ന വാഹനമൃഗമായിരുന്നു. ബൈത്തുൽ മഖ്ദിസിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീലിനോടൊപ്പം മിഅ്റാജ്, ആകാശാരോഹണം നടത്തി. ഓരോ ആകാശത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജിബ്രീൽ ചെല്ലും, സമ്മതം ലഭിക്കും, നബി കയറിപ്പോകും, അമ്പിയാക്കളെ കാണും. ആ സംഭവങ്ങൾ വിശദമായി ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിഅ്റാജ് യാത്ര നടത്തുകയുണ്ടായി എന്നത് നമ്മൾ അതിനിടയ്ക്കൊരു പോയിന്റ് വിട്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശരീരം കൊണ്ടും റൂഹ് കൊണ്ടും ഇങ്ങനെ യാത്ര നടത്തി എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഓരോ ആകാശങ്ങൾക്കും ഇടയിൽ എത്ര ദൂരമുണ്ട്? മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞു 2 മാസത്തെ വഴി ദൂരം. ഓരോ ആകാശത്ത് നിന്നും അടുത്ത ആകാശത്തേക്കുള്ള ദൂരത്ര 500 ആം, മസീറത്തു 500 ആം, 500 വർഷത്തെ വഴി ദൂരമുണ്ട് ഓരോ ആകാശങ്ങൾക്കിടയിൽ, ഓരോ ആകാശങ്ങൾക്കുമിടയിൽ. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹ വരെ, ഇൻദ സിദ്റത്തുൽ മുൻതഹ, സൂറത്തുൻ നജ്മിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സിദ്റത്തുൽ മുൻതഹ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ജിബ്രീലിനെ അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ഉന്നത പദവിയിലേക്ക് സമ്മതം ലഭിച്ചില്ല. അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അങ്ങനെ അല്ലാഹുമായി
നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. അള്ളാഹുവിനെ കണ്ടോ? ഇല്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഇതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞതായി കാണാം, നൂറുൻ അന്ന അറാഹു, നബിയെ താങ്കൾ റബ്ബിനെ കണ്ടോ? നബി പറയുന്നു, നൂറുൻ അന്ന അറാഹു, എങ്ങനെ കാണാനാണ്? എന്റെ റബ്ബിന്റെ മറ പ്രകാശമല്ലേ, ആ പ്രകാശം എന്നെ മറച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടികളിൽ നിന്ന് മറക്കുന്നത് അവന്റെ മുഖത്തിന്റെ പ്രകാശമാണ്. അവന് യോജിച്ച രൂപത്തിൽ എങ്ങനെയാണ് അതിന്റെ രഹസ്യം നമുക്കറിയുകയില്ല. ആ പ്രകാശം എന്നെ മറച്ചിരിക്കുകയാണ്, എങ്ങനെ കാണാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രകാശം കണ്ടു, അള്ളാഹുമായി സംസാരിച്ചു. അവിടുന്നാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ നമുക്ക് ഫർളാക്കപ്പെടുന്നത്. ഇതാണ് ഈ രംഗത്ത് നമ്മൾ വിശദീകരിക്കേണ്ടുന്ന, സാമാന്യം മനസ്സിലാക്കേണ്ടുന്ന ഇസ്രാ മിറാജിന്റെ രഹസ്യം. ഇതിന്റെ അടിസ്ഥാനം ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ. ചുരുങ്ങിയ രൂപത്തിൽ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ഇതുപോലെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സാക്ഷാൽ മക്ക മുശ്രിക്കുകൾ അവർ മക്ക മുശ്രിക്കുകളായി തന്നെ തുടർന്നത്. ഇന്നും ആ പാരമ്പര്യം പേറുന്ന പല ആളുകളും മുസ്ലിം ഉമ്മത്തിന്റെ പേര്, അവർ മുസ്ലിമീങ്ങളായില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചില്ല, എന്നിട്ടാണ് നിഷേധിച്ചത്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിമീങ്ങളുടെ പേരിൽ ഒരു വേള ഞങ്ങളും സലഫികളാണ് എന്ന് പറയുന്ന, ബുദ്ധി കൊണ്ട് യോജിക്കാത്ത, ബുദ്ധി കൊണ്ട് അളന്നിട്ട് നമുക്ക് മനസ്സിലാകാത്ത ഹദീസുകളെ തള്ളുന്ന ചില നവോത്ഥാന അതിന്റെ പിന്നാമ്പുറത്തുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതും വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, ഇസ്രാ മിറാജിന്റെ യാത്രയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രാത്രി ഇത്രയും ദൂരം പിന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചെത്തി, മക്കയിലേക്ക് തിരിച്ചെത്തി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ. അബൂജഹലും കൂട്ടരും വന്ന് നബിയെ കളവാക്കി, നബിയെ പരിഹസിച്ചു. അങ്ങനെ അവർ അബൂബക്കറിന്റെ അടുത്തേക്ക് ചെന്നു റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്ഭുതത്തോടെ, ഹല്ലക ഇലാ സാഹിബിക യസ്അം അന്നഹു ഉസ്രിയ ബിഹി അല്ലൈല ഇലാ ബൈത്തുൽ മഖ്ദിസ്, നിന്റെ സുഹൃത്ത് കൂട്ടുകാരൻ പറഞ്ഞ വാർത്ത നീ കേട്ടോ? ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര പോയി വന്നു പോലും. ആരാ വിശ്വസിക്കുക? അന്നത്തെ കാലത്ത് 2 മാസം ദൂരമുള്ളടുത്ത്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ്, അവഖാല ദാലിക്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? അവർ പറഞ്ഞു, നഅം ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് സത്യമായിരിക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല. അവർ വീണ്ടും ചോദിച്ചു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി വന്നു മുഹമ്മദ് എന്ന് പറഞ്ഞ് താങ്കൾ വിശ്വസിക്കുകയോ? അത്ഭുതമാണ്. വജാഅ ഖബല അൻ യുസ്ബിഹ്, എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചെത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുകയെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി ആവർത്തിച്ചു, നഅം ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, അതെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ സത്യപ്പെടുത്തുന്നു, ഇതിനേക്കാൾ നിങ്ങളുടെ ബുദ്ധിയിൽ വിദൂരമായ കാര്യം ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതെന്താണ്? ഉസദ്ദിഖുഹു ബിഖബ്രി സമാഇ ഫീ ഗുദുവിഹി ഔ റൗഹി, എന്നും രാവിലെയും വൈകുന്നേരവും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് അവിടത്തേക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. 7 ആകാശങ്ങൾ അകലെത്ര? ഓരോ ആകാശത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരം. അതിനേക്കാൾ അത്ഭുതകരമാണോ ഇത്? 2 മാസത്തെ വഴിദൂരം ഒരു രാത്രി കൊണ്ട് പിന്നിട്ട് അതിനേക്കാൾ അത്ഭുതമാണോ? ദിവസവും രാവിലെ വൈകുന്നേരവും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് വഹി ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് മുഹമ്മദ് അങ്ങനെ പറഞ്ഞെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യമായിരിക്കും. അതിനുശേഷമാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. ഇങ്ങനെ സത്യപ്പെടുത്തണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്നറിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സത്യപ്പെടുത്തണം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു, സ്വഹീഹായി വന്നു എന്നറിഞ്ഞാൽ അതെത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ അൽ മുസാറഅതു ഇല തസ്ലീം, അതിനെ തിരക്കിട്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഏതുപോലെ? അവർ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊപ്പം മസ്ജിദ് നബവിയിൽ കൂടിയിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണെന്ന് എൻ്റെ ഓർമ്മ, അതല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, രണ്ടാളൊരു സ്വഹാബി. അബ്ദുല്ല എന്നാണ് സ്വഹാബിയുടെ പേര്. സ്വഹീഹ് ബുഖാരിയിലോ മുസ്ലിമിലോ വായിക്കാൻ പറ്റുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്,
അബ്ദുള്ള റളിയല്ലാഹു അൻഹു പുറത്ത് മസ്ജിദ് നബിയുടെ പുറത്തുകൂടെ വരുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു കേൾക്കുന്ന എന്താണ്? നബി സ്വഹാബത്തിനോട് പറഞ്ഞു ഇജ്ലിസു, നിങ്ങൾ ഇരിക്കുവിൻ എന്ന് പറയുന്നതാണ് കേൾക്കുന്നത്. ആരോടാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ മസ്ജിദ് നബവിക്കകത്തുള്ള സ്വഹാബത്തിനോടാണ്. അബ്ദുള്ള റളിയല്ലാഹു കേട്ടത് എവിടുന്നാണ്? മസ്ജിദ് നബിയുടെ പുറത്തുനിന്നാണ്. അദ്ദേഹം കേട്ട താമസം ആ കേട്ടെടുത്തിരുന്നു. ജലസ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ കേട്ടെടുത്തിരുന്നു. നബി ഇരിക്കുന്നതാണ് പറഞ്ഞത്, അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെന്ന് കണ്ടു. തഖദ്ദം യാ അബ്ദുല്ലാ, അബ്ദുള്ള താങ്കൾ കടന്നു വരും. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള തൗഫീഖ് താങ്കൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് നബി ദുആ ചെയ്തു എന്നാണ്. മറ്റൊരു സംഭവം, ഖൈബർ യുദ്ധത്തിന്റെ പശ്ചാത്തലം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക ഏൽപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു സദസ്സിലില്ല. അന്ന് ആർക്കാണ് പതാക നൽകുക എന്ന വിഷയത്തിൽ സ്വഹാബികൾ മത്സരിച്ചിരുന്നു. അവർ അള്ളാഹു റസൂലും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കുന്ന നബി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നാളെ ഖൈബറിലേക്ക് പതാക വഹിക്കാൻ ഏൽപ്പിക്കുന്ന ആൾ അമീർ അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും. സ്വഹാബത്ത് അതിനുവേണ്ടി മത്സരിച്ച് ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ സദസ്സിലുള്ള ഒരാൾക്ക് നബി പതാക നൽകാൻ ഉദ്ദേശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയിന അലി, അലി റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു കണ്ണിന് രോഗം ബാധിച്ച് വിശ്രമത്തിലാണ്, ഒളിപ്പിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, തുപ്പുനീർ കൊണ്ട് അവിടുത്തെ കണ്ണിൽ തടവി. അദ്ദേഹത്തിന്റെ അസുഖം മുമ്പില്ലാത്ത വിധം ഭേദപ്പെട്ടു. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. ഇതിങ്ങനെ വിശ്വസിക്കണം നമ്മൾ. അലി റളിയല്ലാഹു അൻഹുവിന് പതാക കൈമാറി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അലി ഉംദി അലാ റിസ്ലിക് വലാ തൽതഫിത്, താങ്കൾ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ മുന്നോട്ട് സാവകാശത്തോടെ അവധാനതയോടെ നേരെ പോകുക, തിരിഞ്ഞു കളയരുത്, പിന്തിരിയരുത്. അലി റളിയല്ലാഹു അൻഹുവിന് യുദ്ധപാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പതാക കൈമാറി നബിയുടെ സംസാരം തീർന്നു. അലി റളിയല്ലാഹു അൻഹു പതാക കയ്യിൽ പിടിച്ചിട്ട് 2 അടി മുന്നോട്ട് വെച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയണം, അലി 2 അടി മുന്നോട്ട് വെച്ചു. ഫവഖഫ്, എന്നിട്ട് അവിടെ നിന്നു. അലിക്ക് എന്തോ നബിയോട് ചോദിക്കേണ്ടിയിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മുന്നോട്ട് നടക്കുക, വലാ തൽതഫി, തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതെവിടെയാണ് പറഞ്ഞത്? യുദ്ധമുഖത്തെത്തിയാൽ ശത്രുക്കൾക്ക് നേരെ കുതിക്കണം, സാവകാശത്തോടെ അവധാനതയോടെ കുതിക്കണം, എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പോരാടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അലി റളിയല്ലാഹു അൻഹു അത് കേട്ട ഉടനെയാണ് മുമ്പിലേക്ക് നടന്നത്. എന്തോ ചോദിക്കണമെന്നുണ്ടായി, പക്ഷെ തിരിഞ്ഞു നോക്കാൻ മടി. കാരണം എന്താ? നബി തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയില്ല. അവിടെ നിന്ന്, ആ നിന്നിടത്ത് നിന്ന് നബിയോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ സംശയം, നബിയെ എന്തിനു വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? എന്താണ് ഞങ്ങളുടെ യുദ്ധത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവർ ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ താങ്കൾ യുദ്ധം അവസാനിപ്പിക്കണം. അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. തൗഹീദിന് വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ കലിമത്തുൽ ഉൽയ അത് ഉന്നതിയിലാകണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? താങ്കൾ യുദ്ധം ചെയ്യണം. യുദ്ധത്തിന്റെ നയതന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. പിന്നീട് യുദ്ധം അവസാനിച്ചതുവരെ അലി റളിയല്ലാഹു അൻഹു പിന്നോട്ട് നോക്കിയിട്ടില്ല. ഇതാണ് സ്വഹാബത്ത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് ഇങ്ങനെ ഒപ്പിയെടുത്തത് സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല, ഒരു തടസ്സങ്ങളില്ലാത്തപ്പോൾ മാത്രമല്ല, നാടും വീടും കൂട്ടരും സമൂഹവുമൊക്കെ പൂർവ്വ സമ്മതം തരുന്ന കാലഘട്ടവും സാഹചര്യം അനുകൂലമാകുന്ന അവസ്ഥയിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാവുന്ന പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ അവർ വെന്തുരുകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി ഒപ്പിയെടുക്കുക എന്നതായിരുന്നു അവിടുത്തെ സ്നേഹം. ഒരു സംഭവം കൂടി ഞാൻ പറയാം. ഉഹദ് യുദ്ധം കഴിഞ്ഞു. നബിയും സഹാബത്തും യുദ്ധത്തിൽ പരിക്കുപറ്റവരെ ശുശ്രൂഷിക്കുകയാണ്. കൊല്ലപ്പെട്ടവരെ മറവു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ നബിയും സഹാബത്തും, ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. മുസ്ലിം ഉമ്മത്തിന് നബിയും സഹാബത്തും ജീവിച്ചിരിക്കുമ്പോൾ യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ഉഹദ് യുദ്ധത്തിലാണ്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവദനത്തിൽ നിന്ന് പോലും രക്തമൊലിക്കുകയുണ്ടായി, അവിടുത്തെ പല്ല് പൊട്ടുകയുണ്ടായി, അവിടുത്തേക്ക് പരിക്കേൽക്കുകയുണ്ടായി. അവിടുത്തേക്ക് ചുറ്റും ത്വൽഹാ റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ നെഞ്ചുകൊണ്ട് കവചം തീർത്തു. നമുക്കറിയാം ആ ചരിത്രം. നബിയെ ത്വൽഹാ റളിയല്ലാഹു എന്നിട്ട് അമ്പെയ്യുമ്പോ, ത്വൽഹാ റളിയല്ലാഹു എണ്ണം പറഞ്ഞ അമ്പെയ്ത്തുകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹാ റളിയല്ലാഹുവിന്റെ അമ്പ് പോയി ശത്രുക്കൾ പതിക്കുന്ന തലപൊക്കി നോക്കിയതാണ്. അപ്പൊ നോക്കുമ്പോ ത്വൽഹാ റളിയല്ലാഹു പറയും, നബിയെ അരുത്, താങ്കൾ തലപൊക്കി നോക്കരുത്, ശത്രുക്കളുടെ അമ്പുകളുടെ ശരങ്ങൾ എങ്ങാനും താങ്കളെ നേർക്ക് പതിച്ചാൽ എനിക്ക് സഹിക്കൂല. എന്റെ കഴുത്തുകൊണ്ട്, എന്റെ ചങ്ക് കൊണ്ട്, എന്റെ നെഞ്ചുകൊണ്ട് ഞാൻ അതിനെ തടുക്കും. ദൂനനഹരിക്, താങ്കളുടെ നെഞ്ചകത്ത് പതിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. ഇങ്ങനെ യുദ്ധത്തിലെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പരിക്കേറ്റവരെ ശുശ്രൂഷിച്ച് ഷഹീദായവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പരതുന്ന പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് അതിന് ശേഷം പറയാം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞ പശ്ചാത്തലം, വളരെ പ്രയാസകരമായ സാഹചര്യം. നബിയും സഹാബത്തും യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴതാ ഒരു സ്ത്രീയുടെ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅ, അതാ ഒരു സ്ത്രീ. സ്വാഭാവികമായും ഒരു സ്ത്രീ അങ്ങോട്ട് വന്നാൽ അതിനെ തടയേണ്ടുന്ന പല ന്യായങ്ങളുണ്ട്. ഒന്ന്, യുദ്ധമെന്നുള്ളത് പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടതാണ്. യുദ്ധരംഗവും അതിനുശേഷമുള്ള സാഹചര്യമൊക്കെ, യുദ്ധം അത് പുരുഷന്മാർ അവർ നിലകൊള്ളേണ്ടുന്ന സാഹചര്യമാണ്. മാത്രവുമല്ല അന്യപുരുഷന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അവിടെ സ്ത്രീകൾ വരാൻ പാടില്ലാത്തതാണ്. യുദ്ധം കഴിഞ്ഞ പശ്ചാത്തലത്തിലാണെങ്കിൽ ആ രംഗങ്ങൾ ചിലപ്പോൾ ഈ വരുന്ന സ്ത്രീകളുടെ വേണ്ടപ്പെട്ടവരോട് മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും, പരിക്കേറ്റിട്ടുണ്ടായിരിക്കും. സ്ത്രീകൾക്കത് താങ്ങില്ല, പ്രയാസമുണ്ടാകും. ഈ അർത്ഥങ്ങൾ പലതുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅ എന്ന വാക്ക് പറഞ്ഞത്. അങ്ങനെ മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫവഖഅ ഫീ നഫ്സി അന്നഹ ഉമ്മി സഫിയ്യ. അങ്ങനെ ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്റെ ഉമ്മ സഫിയയാണ്. ആരാണ് സഫിയ റളിയല്ലാഹു അൻഹ? നബിയുടെ അമ്മായിയാണ്. നബിയുടെ അമ്മായിയാണ്, ഉപ്പായുടെ സഹോദരിയാണ്. അവരുടെ മകനാണ് സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് അതെന്റെ ഉമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫഅസ്റഅതു ഉരീദു അൻ ഉബാദിറ ഇലൈഹാ ഖബല അന്നാസ്. സഹാബത്തിൽ ആരും അവരെ തടയുന്നതിന് മുമ്പ് ഞാൻ തടയാൻ വേണ്ടി വേഗം ഓടി. അങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയാൻ ഉമ്മാനെ തടയാൻ വേണ്ടി ഞാൻ ഓടി. ഫലമ്മ വസൽതു ഇലൈഹാ വഖഫ്തു അമാമഹാ ഫളറബത്നി ബിഖുവ. അങ്ങനെ ഞാൻ ഉമ്മാനെ തടയാൻ വേണ്ടി ചെന്നു. ഉമ്മാന്റെ മുമ്പിലെത്തി. ഉമ്മ അവരുടെ കൈ വീശി എന്നെ ആഞ്ഞടിച്ചു. ഉമ്മ ഒറ്റൊന്ന് എനിക്ക് തന്നു. അവർ വളരെ ശക്തിയുള്ള സ്ത്രീയായിരുന്നു. ഞാനത് ഞെട്ടിപ്പോയി. അവർ നല്ല ശക്തയായ സ്ത്രീയായിരുന്നു. അവരെന്നിട്ട് എന്നെ അടിച്ചിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്, യുദ്ധക്കളത്തിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. എന്തിനാണ് അവർ വന്നത്? അവിടെ മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. സഫിയ ബിയുടെ സഹോദരനാണ്. അദ്ദേഹത്തെ കാണാൻ വരികയാണ് യുദ്ധക്കളത്തിൽ. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ തടഞ്ഞിട്ടവർ നിന്നില്ല. ഉടനെ ഞാൻ പറഞ്ഞു, ഇന്നഹ അസ്മത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ അംറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ തടഞ്ഞത്. ഇത് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ്. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമാ തഹറകത് ഖുത്വ. പിന്നീട് ഒരടി എന്റെ ഉമ്മ അവിടുന്ന് അനങ്ങിയില്ല, ഒരനക്കം എന്റെ ഉമ്മ അനങ്ങിയില്ല. അദ്ദേഹം പറയാണ്, കഴിഞ്ഞു. ഇതാണ് സ്വഹാബത്ത്. ഏത് പ്രതിസന്ധിയുടെ തീച്ചോളി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നിമിഷം, അടുത്ത നിമിഷം അവരവിടെ നിൽക്കുമായിരുന്നു, പറഞ്ഞെടുത്ത് നിൽക്കുമായിരുന്നു. അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെയാണ് സഹോദരങ്ങളെ സ്വഹാബത്ത് ഒപ്പിയെടുത്തത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്രാ മിഅ്റാജ് സംഭവത്തിന്റെ സത്യപ്പെടുത്തലിലും ഈ പാഠം നമുക്ക് ആവർത്തിച്ചു വായിക്കാം. ഇങ്ങനെ നബിയിൽ നിന്നൊരു സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ
അത് നിർബന്ധമാണോ നിർബന്ധമല്ലേ? അല്ലേ? ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമാണോ അതോ കേവല സുന്നത്താണോ ഐച്ഛികമാണോ? ഇതൊന്നും ചിന്തിച്ചിട്ടല്ല അവർ നടപ്പിലാക്കിയത്. എത്രയോ സംഭവങ്ങൾ ഇനിയും നമുക്ക് വായിക്കാൻ സാധിക്കില്ലേ? ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്, നേരത്തെ പറഞ്ഞ സ്വഹാബി അബ്ദുല്ലാഹിബ്നു റവാഹയാണ്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയ നിറമുള്ള അമുസ്ലിമീങ്ങളോട് സാദൃശ്യമുണ്ടാകുന്ന ഒരു വസ്ത്രം ധരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിറം വിലക്കിയിട്ടുണ്ടെന്ന് ആർക്കറിയില്ല? അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അറിയില്ല. അതറിയാതെയാണ് അദ്ദേഹം ആ പുതിയ വസ്ത്രം ധരിച്ചിട്ട് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നതും നബി ഇത് കണ്ടപ്പോൾ ചോദിച്ചു, മാ ഹാദാ യാ അബ്ദുല്ലാ, മാ ഹാദാ, എന്താണിത് അബ്ദുള്ള? ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, മാ ഹാദാ, ഇതെന്താണെന്ന് ചോദിച്ചുള്ളൂ. അദ്ദേഹം ഉടനെ വീട്ടിലേക്ക് മടങ്ങി ആ പുതിയ വസ്ത്രം മൂരി തീ കത്തിച്ചതിനെ കരിച്ച് ചാമ്പലാക്കി കളഞ്ഞു എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതെന്തേന്നൊരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. എന്താണ് ഇതെന്നൊരൊറ്റ ചോദ്യം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാം. ഒരു സഹാബി സ്വർണ്ണമോതിരം ധരിക്കാൻ പാടില്ല, സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ് എന്ന വിധിയറിയാതെ ഒരു മോതിരം, സ്വർണ്ണമോതിരം ധരിച്ചിട്ട് വന്നു. നബി അത് കണ്ടതും അവിടുന്ന് അല്പം രോഷത്തോടെ അത് ഊരിയെറിഞ്ഞു. സഹാബത്ത് പറഞ്ഞു, അദ്ദേഹം അതിലേക്ക് തിരിഞ്ഞു നോക്കണില്ല. പിന്നെ സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, താങ്കൾക്ക് അത് എടുത്തു കൊണ്ടുപോയി അതിന്റെ ഉപകാരം എടുക്കാലോ, വിൽക്കാമല്ലോ, അല്ലെങ്കിൽ ധരിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞു, ലാ അബദ, ഇല്ല, ലാ ആഖുദു അബദ, ഒരിക്കലും ഞാൻ എടുക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഊരി വലിച്ചെറിഞ്ഞൊരു സാധനം ഞാൻ എടുക്കുകയോ ഇല്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സ്വഹാബത്ത്. വാജിബാണോ സുന്നത്താണോ കൂലി കിട്ടുന്ന കാര്യമാണോ നിർബന്ധമാണോ ഇതൊന്നും ചകഞ്ഞിട്ടല്ല. സുന്നത്താണോ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞെടുത്ത് നടു റോട്ടിലാണെങ്കിൽ അവരിയ്ക്കും, നിൽക്കാൻ പറഞ്ഞെടുത്ത് പ്രതിസന്ധിയുടെ തീച്ചൂളയിലും അവർ നിൽക്കും. ഇതായിരുന്നു സ്വഹാബത്ത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന് ഇങ്ങനെ വായിക്കുന്നതിനപ്പുറത്ത് അള്ളാഹിന്റെ റസൂല് പാടില്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിലെ കുഫാറുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങൾ അതിങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോൾ നമ്മുടെ വേഷത്തിൽ, നമ്മുടെ കോലത്തിൽ, നമ്മുടെ രൂപത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ പാൻസിൽ, നമ്മുടെ ഷർട്ടിൽ, നമ്മുടെ ഹെയർ സ്റ്റൈലിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ സംസാരത്തിൽ എങ്ങനെ നമ്മൾ ഒപ്പിയെടുക്കുന്നു? ചാണിനു ചാണായി മുഴത്തിനു മുഴമായി അള്ളാന്റെ റസൂൽ ശപിച്ച വർഗ്ഗങ്ങളെ നമ്മൾ പിൻപറ്റുന്നു. ജൂതനസാറാക്കളെ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല, അവരെങ്ങാനും ഒരു ഉറുമ്പിന്റെ മാളത്തിലേക്ക്, ഇടുങ്ങിയ ദുർഘടമായ ഇരുട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഉടുമ്പിന്റെ മാളത്തിലേക്ക് മനുഷ്യൻ വലിഞ്ഞു കയറോ? അവര് കയറിയാൽ നിങ്ങളും അതിന്റെ പിന്നാലെ കയറും. അവരനുകരിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ പറയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് അത് പൂർണ്ണമായി എത്രത്തോളം നമ്മൾ പിൻപറ്റുന്നു അത്രത്തോളം നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിൽ തീർച്ചയാണ് സൗഭാഗ്യം ലഭിക്കും, വിജയം ലഭിക്കും, അള്ളാഹുവിൽ നിന്നുള്ള കാവലും സംരക്ഷണവും ലഭിക്കും. ഇത് ചരിത്രത്തിൽ ധാരാളം പാഠങ്ങൾ നമ്മെ അറിയിക്കുന്ന സത്യമാണ്. ശരി, നമുക്കിനി കിതാബിലേക്ക് വരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റയോടടുത്ത സമയത്ത് 5 നേരത്തെ നിസ്കാരം അത് ശർആക്കി, നിയമമാക്കി, നിർബന്ധമാക്കി. ഫുരിദത അലൈഹി അസ്സലവാത്തുൽ ഖംസ് വസല്ല ഫീ മക്കത 3 സിനീൻ. അവിടുന്ന് മക്കയിൽ 3 വർഷക്കാലം നിസ്കരിക്കുകയുണ്ടായി. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം വബഅദഹാ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന. അതിനുശേഷം മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ അവിടുത്തോട് കൽപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നമ്മൾ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്, ശൈഖുൽ ഇസ്ലാമിന്റെ അഭിപ്രായ പ്രകാരം മക്കയിൽ 3 വർഷക്കാലം അവിടുന്ന് നിസ്കരിച്ചു. ഹിജ്റ പോകുന്നതിന് 3 വർഷം മുമ്പാണ് നിസ്കാരം ശർആക്കപ്പെട്ടത്. ഈ വിഷയത്തിൽ എന്നാണ് നിസ്കാരം കൃത്യമായി ഫർളാക്കപ്പെട്ടത് എന്ന തീയതിയോ ഡേറ്റോ അറിയിക്കുന്ന ഒരു രേഖയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പല ചരിത്ര സംഭവങ്ങളും ഹദീസുകൾ വന്ന് കൂട്ടി വായിക്കുമ്പോൾ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികമാണ്.
എന്നാൽ നിസ്കാരത്തിന്റെ ഷർത്തുകളോ അതല്ലെങ്കിൽ അതിലെ ഫർദുകളോ അതിലെ റുക്നുകളോ അതിന്റെ സുന്നത്തുകളിലോ പോലും പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് വിശദീകരണം നൽകിയിരിക്കുന്നു. ഈ ഡേറ്റിലൊരു പ്രസക്തിയില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ അനാചാരങ്ങൾക്കും ഡേറ്റ്, തീയതി എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണല്ലോ. ഡേറ്റുമ്പോഴാണല്ലോ തൂങ്ങുന്നത്. കാരണം അതാണ് ബിദ്അത്തുകൾ. അത് നടമാടാനുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനമായി പിൻകാലത്ത് സ്വീകരിച്ച മാതൃക. പക്ഷേ ഇസ്ലാമിൽ എന്തെങ്കിലും പ്രസക്തമായ ഡേറ്റ് ഉണ്ടെങ്കിൽ അതെന്തിനാണ്? ഈദുൽ അദ്ഹക്കും ഈദുൽ ഫിത്തറിനും. ആഘോഷം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരേണ്ടുന്ന തീയതിയായി നമ്മൾ കുറിച്ചു വെക്കേണ്ടുന്ന ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ റമളാനിന് ശേഷമുള്ള ഈദുൽ ഫിത്തറും ദുൽഹിജ്ജ 10-നുള്ള ഈദുൽ അദ്ഹയുമാണ്. അതല്ലാത്തടത്ത് തീയതി പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടിടത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ലാത്തടത്ത് ഇങ്ങനെ വിശാലമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സാമാന്യമായ വിശദീകരണം. വബഅദഹ ഉമിറ ബിൽ ഹിജ്റത്തി ഇലൽ മദീന. അതിനുശേഷം അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. എന്നിട്ട് എന്താണ് ഹിജ്റ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ അതിനെ നിർവചിക്കുകയാണ്. വൽ ഹിജ്റത്തു അൽ ഇന്തിഖാലു മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാം. ഷിർക്കിന്റെ ബഹുദൈവാരാധനയുടെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യലാണ് ഹിജ്റ. വൽ ഹിജ്റത്തു ഫരീളത്തുൻ അലാ ഹാദിഹിൽ ഉമ്മത്തി മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ ഉമ്മത്തിൽ നിന്ന് കഴിവുള്ളവർക്ക് ഹിജ്റ ചെയ്യാൻ, ഷിർക്കിന്റെയും കുഫ്റിന്റെയും നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജ്റ പോകാൻ കഴിവുള്ള ആളുകൾക്ക് ഇസ്ലാമിക നാടുകളിലേക്ക് ഹിജ്റ പോകൽ നിർബന്ധമാണ്. അത് ഇബാദത്താണ്. വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ സാഅ. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹുവിന്റെ ദീനിലെ മഹത്തായ ഒരു ഇബാദത്താണ്. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിക നാടുകളിലേക്ക്, ഇസ്ലാമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഇസ്ലാമികേതര നാടുകളിൽ നിന്ന് ഹിജ്റ പോകാൻ സാധിക്കുന്നവർ, കഴിവുള്ളവർ, അവർക്ക് പോകാൻ ഇസ്ലാം ശർഅ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കാണ് നിർബന്ധമാകുക, ആർക്കാണ് ഐച്ഛികമാകുക എന്ന വിഷയത്തിൽ വിശദീകരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആ വിഷയങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമില്ല എന്നതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹിജ്റ എല്ലാവർക്കും നിർബന്ധമാണോ? ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഹിജ്റ പോകാൻ നിർബന്ധമാണോ? ഇവിടെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും, കുഫ്റിന്റെയും ശിർക്കിന്റെയും നാട്ടിലുള്ള ഇസ്ലാമികേതര രാജ്യങ്ങളിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഇസ്ലാമിക നാടുകളിലേക്ക് ഹിജ്റ പോകാൻ നിർബന്ധമാണോ? ഇല്ല. അതൊരിക്കലും പ്രായോഗികമല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. അല്ലാഹു ഒരാൾക്കും കഴിവില്ലാത്ത അടിച്ചേൽപ്പിച്ചിട്ടില്ല ദീൻ. എന്നാൽ കുഫ്റിന്റെയും ശിർക്കിന്റെയും നാട്ടിൽ തങ്ങളുടെ ദീൻ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ദീനിന്റെ ചിഹ്നങ്ങൾ, നിസ്കാരം, നോമ്പ്, ഇബാദത്ത്, ബാങ്ക്, അതുപോലെ തന്നെ ജുമുഅ, ജമാഅത്തുകൾ, ഈദ് നിസ്കാരങ്ങൾ, മുസല്ല, ഈദ്ഗാഹ്, ഇതൊന്നും പ്രകടിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഷിർക്കിന്റെയും കുഫറിന്റെയും നാട്ടിൽ അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ സ്വാതന്ത്ര്യം നൽകാത്ത കുഫറിന്റെ നാട്ടിൽ ഹിജ്റ പോകാൻ സാധിക്കുന്ന ഒരാൾക്ക് സമ്പത്തും യാത്ര ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ തന്നെ അന്യനാടുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊക്കെ കവച്ചുവെച്ച് പോകാനുള്ള എല്ലാ സാഹചര്യം മുൻകാണെങ്കിൽ അവന് പോകൽ നിർബന്ധമാണ്. എന്നാൽ ഇതൊക്കെ ഉള്ള നാട്ടിൽ തന്നെ ഹിജ്റ പോകാൻ സാഹചര്യം അനുവദിക്കുന്നില്ല. അവന് സമ്പത്തില്ല, അതല്ലെങ്കിൽ കഴിവില്ല, അതല്ലെങ്കിൽ അവനെ തടഞ്ഞു വെക്കുകയാണ്. അവന് പോകൽ നിർബന്ധമില്ല, അവന് പോകൽ നിർബന്ധമില്ല. അതല്ല, ഏതൊരു നാട്ടിൽ നിന്നും ഇതിനേക്കാൾ ഹൈറുള്ളൊരു നാട്ടിലേക്ക്, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള നാട്ടിൽ നിന്ന് ഒരാൾ സൗദി അറേബ്യ പോലെയുള്ള തൗഹീദിന്റെ ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ ഉദ്ദേശിച്ചാൽ അവന് പോകാം. മുസ്തഹബ്, അത് ഇബാദത്താണ്, അവന് കൂലി കിട്ടുന്ന കാര്യമാണ്. അവനവിടെ പോകാനുള്ള സാഹചര്യം ഇല്ല എങ്കിലും, നിർബന്ധ സാഹചര്യത്തിലല്ല എങ്കിലും അവൻ പോയാൽ നമ്മളിൽ ആർക്കും ഇസ്ലാമിക നാടുകളിലേക്ക്, തൗഹീദിന്റെ നാട്ടിലേക്ക് പോകാൻ സാധിക്കും. അത് ശർഅ അനുവദിക്കുന്നുണ്ട്, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷെ നിർബന്ധമാകുക, പോകാൻ സാഹചര്യമുണ്ടായിട്ടും പോകാതെ കുഫറിന്റെയും ശിർക്കിന്റെയും ഇടയിൽ ദീൻ പണയം വെച്ച്, ദീൻ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കാണ് അത് പോകാതിരുന്നാൽ തെറ്റ് കിട്ടുകയും പോകൽ നിർബന്ധമാകുകയും ചെയ്യുക. ഇതാണ് ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതിന്റെ വിശദമായ തെളിവുകൾ സഹിതം നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.